ഹായ്, ഹലോ. നമ്മുടെ കൊൽക്കത്ത സീരീസ് ആട്ടാ. നമുക്കന്ന് സമയം കിട്ടാൻ നമുക്ക് ഇതിടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കൊൽക്കത്തയിൽ വന്നിട്ട് ഹൗറ ബ്രിഡ്ജ് കാണാൻ നമുക്ക് പോകാൻ പറ്റുമോ? പശ്ചിമ ബംഗാളിലെ ഗൂഗിൾ നദിക്ക് കുറുകെ കൊൽക്കത്തയും ഹൗറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോക പ്രശസ്തമായ പാലം ഹൗറ ബ്രിഡ്ജ്. കൊൽക്കത്ത എന്ന് കേട്ടപ്പോൾ നമുക്ക് ഹൗറ ബ്രിഡ്ജിന് ഓർമ്മ വരാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നദിയിൽ തൂണുകളില്ലാതെ കാൻഡിലിവർ വിഭാഗത്തിൽപ്പെട്ട പാലമാണിത്. അത് തൂണുകളില്ലാതെ നിർമ്മിച്ചൊരു പാലം. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഈ പാലത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ആണി പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതിന് പകരം ലോകങ്ങൾ തമ്മിൽ ചേർത്ത് തറയ്ക്കുന്ന റിവറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത്രയും ഫേമസ് ആയിട്ടുള്ള പാലത്തിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് വിക്ടോറിയ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയയുടെ സ്മരണാർത്ഥം കൊൽക്കത്ത നഗരത്തിൽ നിർമ്മിച്ച വെളുത്ത മാർബിൾ കൊട്ടാരം. രാജസ്ഥാനിലെ മക്രാനിലുള്ള വെളുത്ത മാർബിൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചേക്കണേ. താജ്മഹൽ നിർമ്മിക്കാനും ഇതേ മാർബിൾ തന്നെയാണ് ഉപയോഗിച്ചേക്കണേ. മറ്റൊരു സംഭവമാണ് ഇതിൻ്റെ ഏഞ്ചൽ ഓഫ് വിക്ടറി. അതായത് ഈ കൊട്ടാരത്തിന് മുകളിൽ വലിയൊരു വിജയത്തിന് മാലാകരിക്കുന്നുണ്ട്. ഇതൊരു കാറ്റിൻ്റെ ദിശ അനുസരിച്ച് തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ 64 ഏക്കറിൽ പരന്ന് കിടക്കുന്ന മനോഹരമായ പുൽത്തൈടുകളും കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വിക്ടോറിയ മെമ്മോറിയൽ. അവിടുന്ന് ഞങ്ങൾ പോയത് നമ്മുടെ സയൻസ് സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഏറ്റവും വലിയ സയൻസ് സെൻ്ററിൽ ഒന്നാണ് നമ്മുടെ ഈ കൊൽക്കത്തയിലുള്ള സയൻസ് സിറ്റി. കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര മനോഹരം ഒരു ഗ്ലോബ് കിടന്ന് കറങ്ങണം കണ്ടോ. പിന്നെ നോക്കി പൈപ്പിൽ നിന്ന് വെള്ളം പറഞ്ഞു നോക്കി, അതൊരു വെറൈറ്റി ആയില്ലേ. പിന്നെ നമ്മളങ്ങനെ നേരെ ഓൺലൈൻ പാസ് നേരെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കയറി. അപ്പോഴാണ് ഈ ഒരു ആർട്ട് വർക്കാണ്. നമ്മൾ അകലെ നോക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു മുഖമായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷെ നോക്കി നോക്കി അതൊരു ആർട്ട് വർക്കിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി കണ്ട എന്ത് രസമാണ് നോക്കി. പക്ഷെ നമ്മൾ അടുത്ത് ചെന്ന സൈഡിൽ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ക്രിയേറ്റിവ് മനസ്സിലാവാം. ഈ വന്ദേ ഭാരത് ഇറങ്ങി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അവിടെ മിനിയേച്ചർ നമ്മൾ കണ്ടപ്പോൾ സന്തോഷമായിട്ട് പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഈ ഒരു സയൻസ് സിറ്റി. അവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എർത്ത് എക്സ്പ്ലോഷൻ, സ്പേസ് ഒഡീസി, ഡൈനാമിക്സ് ഹാളുണ്ട്, മാരിടൈം സെൻ്റർ ഉണ്ട്, സയൻസ് പാർക്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് സയൻസിനെ നമുക്ക് ചിരിയുടെയും കളിയുടെയും കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു പാർക്ക്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത് കുട്ടികൾക്കാണ് അത് എൻജോയ് ചെയ്യാൻ പറ്റുക. കുട്ടികൾക്ക് ഇപ്പോൾ സയൻസ് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, സയൻസ് ഒന്നും തലയിൽ കയറുന്നില്ല പറഞ്ഞ് നിങ്ങൾ നേരെ ഇവിടേക്ക് കൊണ്ടുപോയിക്കോട്ടാം. അപ്പം അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മിററിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വളരെ നടക്കാട്ടോ. ശരിക്കും ഇതാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്. ഇത് ശരിക്കും കൊച്ചു പിള്ളേരാണ്. എനിക്ക് ഒന്നാമത് ഭയങ്കര ഹൈറ്റും ഒരു ചെറിയ ഓട്ടക്കൂടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരണമെങ്കിൽ. ഞാൻ ഒരു ക്രേസിനുണ്ട് കയറി നിന്നാണ് പിള്ളേരെ പറ്റിച്ചിട്ട്. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കണ്ടില്ലേ, എന്നെ തന്നെ മാത്രം കാണണ്ട, കാലും കയ്യിൽ നിന്ന് കാണാണ്ട്, കൈ കാണണ്ട് കാലാണ് പറ്റാണ്ട്, അടിപൊളി. അപ്പം അങ്ങനെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളങ്ങനെ അവിടെ അടിച്ചു പൊളിച്ച് നിന്നു. പിന്നെ അവിടുത്തെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ. അപ്പോൾ അടുത്തോട്ടം കാണാം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു.